പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായ ജനാബ് VK മുഹമ്മദ് സാഹിബിന്റെ മകനായ VK മുഹമ്മദ് അഷ്റഫാണ് VKM സ്പെഷ്യൽ സ്കൂൾ സ്ഥാപിച്ചത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് അഷ്റഫ്. പല ചാരിറ്റബിൾ സംഘടനകളുമായും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമായും ചേർന്ന് പ്രവർത്തിച്ചതിലൂടെയാണ് ബുദ്ധിമാന്യമുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ അഷ്റഫ് തിരിച്ചറിഞ്ഞതും അവരുടെ മാതാപിതാക്കളുടെ വേദനകൾ മനസ്സിലാക്കിയതും. അത്തരത്തിലുള്ളവരെ സഹായിക്കുന്നതിനായി തന്നാലാകുന്നത് ചെയ്യാൻ അങ്ങനെയാണ് അഷ്റഫ് തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തിന്റെ സാഫല്യമാണ് 2002 മെയ് 20 VKM സ്പെഷ്യൽ സ്കൂളിന് തുടക്കം കുറിക്കുവാൻ ഇടയാക്കിയത്. ബുദ്ധിപരവും വളർച്ചാപരവുമായ വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ കുടുംബത്തിലെന്ന പോലുള്ള ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തിലൂടെയും വൈദ്യസഹായത്തിലൂടെയും ചികിത്സാ പദ്ധതികളിലൂടെയും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുകയും അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുകയാണ് സ്ഥാപനത്തിന്റെ പ്രധാന ദൗത്യം. സന്മനസ്സുകളുടെ പിന്തുണയും സഹായങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥാപനം വിജയിപ്പിക്കാനാകുമായിരുന്നില്ലെന്ന് അഷ്റഫ് നന്ദിയോടെ സ്മരിക്കുന്നു. മലപ്പുറം വളാഞ്ചേരിയിലെ പുറമണ്ണൂരിലാണ് VKM സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ലോക നിലവാരമുള്ള വൈകല്യ നിവാരണ വിദ്യാഭ്യാസവും വൈദ്യസഹായവും ഇവിടുത്തെ കുട്ടികൾക്ക് സ്ഥാപനം നൽകുന്നുണ്ട്. സെറിബ്രൽ പോൾസിയും ഓട്ടിസവും മറ്റു ബുദ്ധിപരമായ വൈകല്യങ്ങളുമടക്കം ന്യൂറോ ഡെവലപ്മെന്റൽ വൈകല്യങ്ങളുള്ള കുട്ടികളെ ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ സാധ്യമാക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇവർക്ക് പുനരധിവാസ പ്രക്രിയകളും പ്രത്യേക വിദ്യാഭ്യാസവും നൽകി ഇവരെ തൊഴിൽ രംഗത്ത് സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സ്കൂൾ നടത്തുന്നത്. കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പുകളുടെ അംഗീകാരത്തോടെയാണ് സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. VKM സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷണൽ ട്രെയിനിംഗ് എന്നിവ നൽകുന്നുണ്ട്. കുട്ടികളെ ഇവിടെ കരകൗശല വസ്തുക്കൾ, പേപ്പർ ബാഗുകൾ, കപ്പുകൾ, പ്ലേറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ പരിശീലിപ്പിക്കുന്നതിനു പുറമെ തയ്യലും ഹോർട്ടിക്കൾച്ചറും അഭ്യസിപ്പിക്കുന്നുണ്ട്. ഈ പരിശീലനം ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുന്നതിനാവശ്യമായ കാര്യശേഷിയും കഴിവും ആർജിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. സ്കൂളിലെ ഭക്ഷണശാലയിൽ നിന്നും പോഷകസമൃദ്ധമായ ഭക്ഷണവും അവർക്ക് നൽകുന്നുണ്ട്. സ്കൂളിന്റെ പ്രവർത്തന മികവ് പുറം ലോകം അറിഞ്ഞതോടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്ഷിതാക്കൾ തങ്ങളുടെ കുട്ടികളെ VKM സ്പെഷ്യൽ സ്കൂളിലേക്ക് അയച്ചു തുടങ്ങി. അതോടൊപ്പം പുതിയ പല വെല്ലുവിളികളും സ്കൂൾ നേരിടേണ്ടതായും വന്നു. ബുദ്ധിപരമായ വൈകല്യങ്ങളുള്ള പല കുട്ടികൾക്കും സഞ്ചാരത്തിനും വളർച്ചയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല ശാരീരിക വൈകല്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേക വിദ്യാഭ്യാസത്തിലൂടെ മാത്രം ഈ കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനം സാധ്യമായിരുന്നില്ല. മറിച്ച് അവർക്ക് ശരിയായ വൈദ്യസഹായങ്ങളും പുനരധിവാസ പ്രക്രിയകളും ആവശ്യമായിരുന്നു. അതിനാൽ അവരുടെ കാര്യത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അഷ്റഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ TS ഗോപകുമാറുമായി ബന്ധപ്പെട്ടു. ഈ കുട്ടികളെ സഹായിക്കുന്നതിൽ ഡോക്ടർ ഗോപകുമാർ തെല്ലും മടി കാണിച്ചില്ല. സമർപ്പണ മനോഭാവമുള്ള ഒരു സംഘം ഡോക്ടർമാരുടെ സഹായത്തോടെ കുട്ടികളിലെ അംഗവൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ശസ്ത്രക്രിയകൾ അദ്ദേഹം നടത്തി. VKM ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കുട്ടികളുടെ പുനരധിവാസ പ്രക്രിയ നടക്കുന്നത്. സാധാരണ ആശുപത്രികളിൽ വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്ന ഇത്തരം ശസ്ത്രക്രിയകൾ VKM സ്പെഷ്യൽ സ്കൂൾ പൂർണ്ണമായും സൗജന്യമായാണ് നിർവഹിക്കുന്നത്. ഇതുവരേക്കും 200-ലധികം ശസ്ത്രക്രിയകൾ നടത്തിക്കഴിഞ്ഞു. സ്കൂളിലെ ജീവനക്കാരുടെ നിലവാരത്തിലും പ്രത്യേക നിഷ്കർഷയാണ് VKM സ്പെഷ്യൽ സ്കൂൾ പുലർത്തുന്നത്. വൈകല്യമുള്ള കുട്ടികളുടെ ഏതാവശ്യവും പരിഗണിക്കാനും അവരെ സഹായിക്കാനും പ്രാപ്തരായ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും ചൈൽഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റുകളും ഫിസിയോതെറപ്പിസ്റ്റുകളും വൊക്കേഷണൽ ട്രെയിനർമാരും ഇവിടെയുണ്ട്. കുട്ടികളിലെ കുറവുകൾ മനസ്സിലാക്കി സഹതാപാർദ്രമായി അവരെ കൈകാര്യം ചെയ്യുന്നതിലും അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിലും ഇവിടുത്തെ 42 ജീവനക്കാരും സദാ ജാഗരൂകരാണ്. ബുദ്ധിപരമായ വൈകല്യങ്ങളുള്ള കുട്ടികൾ സാമൂഹ്യമായി നേരിടുന്ന അവഗണന ഇല്ലാതാക്കുവാൻ VKM സ്പെഷ്യൽ സ്കൂൾ ഇപ്പോൾ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ്. ഇതുവഴി ഈ കുട്ടികളുടെ പ്രശ്നങ്ങളെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുവാൻ തങ്ങൾക്കാകുമെന്നാണ് സ്കൂൾ ഡയറക്ടർ സിനിൽ ദാസിന്റെ പ്രതീക്ഷ.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളിൽ പ്രധാനമായും ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള VKM സ്പെഷ്യൽ സ്കൂൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ 100 കണക്കിന് ബുദ്ധിവൈകല്യവും ശാരീരിക വൈകല്യവുമുള്ള കുട്ടികൾക്ക് ചികിത്സയും പുനരധിവാസവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. തീർത്തും സൗജന്യമായാണ് സ്കൂൾ ഈ സേവനങ്ങളെല്ലാം നൽകുന്നത്. ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം VKM സ്പെഷ്യൽ സ്കൂൾ ഒരു അനുഗ്രഹം തന്നെയാണ്. സമൂഹത്തിൽ സ്വാഭിമാനം നിലകൊള്ളാനും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പൗരനായി മാറാനും അത് അവരെ സഹായിക്കുന്നു. VKM സ്പെഷ്യൽ സ്കൂളിലെ മറ്റൊരു പ്രവൃത്തി ദിനം കൂടി കടന്നുപോകുന്നു. ഒരിക്കൽ സമൂഹത്തിലെ ഒരു സാധാരണ വ്യക്തിയെന്ന നിലയിൽ അംഗീകരിക്കപ്പെടുമെന്നും മറ്റുള്ളവരെ പോലെ തന്നെ തങ്ങൾക്കും സമൂഹത്തിനാവും വിധമുള്ള സംഭാവനകൾ ചെയ്യാനാകുമെന്നുമുള്ള ഉറച്ച വിശ്വാസവുമായി കുട്ടികൾ അവരവരുടെ വീടുകളിലേക്ക്. VKM സ്പെഷ്യൽ സ്കൂൾ, ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ്സ്, transforming lives.